കായിക കേരളത്തിന് അഭിമാനമാകാൻ ഒരുങ്ങി ഫുട്ബോൾ ഇതിഹാസം IM വിജയന്റെ പേരിലുള്ള അന്താരാഷ്ട്ര സ്പോർട്സ് കോംപ്ലക്സ്. 50 കോടി രൂപ ചെലവിൽ ആദ്യഘട്ട നിർമ്മാണം പൂർത്തീകരിച്ച കായിക സമുച്ചയം ഇന്ന് നാടിന് സമർപ്പിക്കും. സൂരജ് സജി തയ്യാറാക്കിയ റിപ്പോർട്ട് തൃശ്ശൂരിൽ നിന്ന്. കുന്നോളം മാലിന്യം, ഇടയ്ക്കിടെ ഉയരുന്ന പുക, അക്ഷരാർത്ഥത്തിൽ ദുർഗന്ധത്തിന്റെ ഒറ്റ വാക്കായിരുന്നു ലാലൂർ. പക്ഷേ ആ ലാലൂരിൽ ഇന്നൊരു പുതുചരിത്രത്തിന് പിറവിയെടുക്കുകയാണ്. തൃശ്ശൂരിൻ്റെ എന്ന് വേണ്ട കേരളത്തിന്റെ ഫുട്ബോൾ ഇതിഹാസം IN വിജയന്റെ പേരിൽ അതാ ലാലൂരിൽ ഇന്നൊരു സ്റ്റേഡിയം ഉദ്ഘാടനം ചെയ്യുകയാണ്. വിജയേട്ടാ, ഒരു സ്പോർട്സ് കോംപ്ലക്സ് ഇല്ല, ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര മാലിന്യങ്ങൾ അത്രയും കൂടി കിടക്കുന്ന സ്ഥലമായിരുന്നു. പക്ഷെ അതൊക്കെ കഴിഞ്ഞ് ഇത്രയും വലിയൊരു സ്പോർട്സ് ഹബ്ബ് വരാമെന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഭയങ്കര സന്തോഷമാണ്. ജീവിച്ചിരിക്കുന്ന ആളുടെ പേരിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു സ്റ്റേഡിയം ഇന്ത്യയിൽ ഇത്രയും വലിയൊരു സ്പോർട്സ് കോംപ്ലക്സ് വേറെ ആർക്കും കിട്ടിയിട്ടില്ല എന്നുണ്ട്. പക്ഷെ ഇതിങ്ങനെ വരാൻ ഏറ്റവും അധികം കൈയെടുത്തത് നമ്മുടെ ഫസ്റ്റ് ഭരണം വന്നപ്പോൾ ഒരു 9 കൊല്ലം മുന്നേ VS സുനിൽകുമാറും അതുപോലെ രാധാകൃഷ്ണനായിരുന്നു, K രാധാകൃഷ്ണൻ സ്പീക്കർ. അവരാണ് എൻ്റെ പേര് നോമിനേറ്റ് ചെയ്തത്. പക്ഷെ അവർ നോമിനേറ്റ് ചെയ്തില്ല, ചിലപ്പോൾ ഇത് ഈ സ്റ്റേഡിയം ഇങ്ങനെ ഉണ്ടാവില്ല, വീണ്ടും മാലിന്യങ്ങൾ വന്നിങ്ങനെ അടിച്ചുകൂടി കിടന്നേനെ. അക്ഷരാർത്ഥത്തിൽ ഒരു കുപ്പത്തൊട്ടിയിൽ നിന്നൊരു മാണിക്യം ഇന്ന് പിറവിയെടുക്കുക. തീർച്ചയായിട്ടും. കാരണം എന്നെ ജോസഫ് സാറ് ഞാൻ കേരള പോലീസിൽ പോയപ്പോൾ അത് പേപ്പറിലൊക്കെ വന്നിട്ടുള്ളതാണ്. കുപ്പത്തൊട്ടിയിൽ നിന്ന് എടുത്ത മാണിക്കാണ് IM വിജയൻ എന്ന് പറഞ്ഞിട്ട് എല്ലാം പേപ്പറിൽ വന്നത്. അതുപോലെ തന്നെ എൻ്റെ പേരിലുള്ള കുപ്പത്തൊട്ടിയിൽ നിന്ന് എടുത്ത മാണിക്കാണ് ഈ സ്റ്റേഡിയം. അതെന്നെ വലിയൊരു സന്തോഷമാണ്. വിജയന് ഓർമ്മ ഉണ്ടാവുമായിരിക്കും, ഇവിടെ വലിയ പ്രതിഷേധങ്ങളും ആളുകളെ സംബന്ധിച്ച് അവർക്ക് ജീവിക്കാൻ പോലും കഴിയാത്തൊരു സാഹചര്യമായിരുന്നു പണ്ട് ഇവിടെ ഉണ്ടായിരുന്നത്. തീർച്ചയായിട്ടും. കാരണം എൻ്റെ അമ്മയുടെ അനിയത്തിൻ്റെ വീട് ഇവിടെയാണ്. അപ്പോൾ എനിക്കറിയാൻ നന്നായിട്ട് അവർക്ക് തന്നെ അവിടെ ഇരിക്കാൻ പറ്റാത്ത സമയമായിരുന്നു. അവിടെ തൊട്ടപ്പുറത്ത് ഒരു 100 മീറ്റർ വ്യത്യാസത്തിൽ. അപ്പോൾ ആ സ്ഥലത്താണ് ഇങ്ങനത്തെ വലിയ പൊന്നുമലയാണ്. പൊന്നുമല അല്ല, പൈസ എത്ര കൊടുത്താലും കിട്ടാത്ത സ്ഥലമായി പോയില്ലേ, അത് വരാത്തൊരു സ്ഥലമായിരുന്നു. തീർച്ചയായിട്ടും. അത് എന്നെ സംബന്ധിച്ച് ഇന്ത്യയിൽ ഇത്രയും വലിയൊരു സ്പോർട്സ് കോംപ്ലക്സ് ആദ്യമായിട്ടാണെന്ന് തോന്നുന്നുണ്ട് ജീവിച്ചിരിക്കുന്ന ആളുടെ പേരിൽ. പിന്നെ നമ്മളെ സംബന്ധിച്ച് ഇപ്പോഴത്തെ ഗവൺമെൻറ് വന്നപ്പോൾ എല്ലാ സ്പോർട്സുകാരുടെ പേരിലാണ്. ഇപ്പം എൻ്റെ പേരെന്നല്ല, ഫുട്ബോളിൻ്റെ ഇത് മാത്രമല്ല, എല്ലാ സ്പോർട്സുകാരെ എല്ലാ ഇവൻറ്റിനും അത്രയും നല്ല ഗ്രേറ്റ് ആൾക്കാരുടെ പേരിലാണ് ഇപ്പോൾ സ്റ്റേഡിയം പണിയുന്നത്. അങ്ങനെ കുറേ സ്റ്റേഡിയങ്ങൾ വരുന്നുണ്ട്. അപ്പം അതിലുള്ളതിൽ ഏറ്റവും വലുത് ഈ IM വിജയൻ സ്പോർട്സ് കോംപ്ലക്സ് ആണെന്നുണ്ട്. എന്തായാലും വിജയേട്ടൻ വലിയ സന്തോഷത്തിൽ തന്നെയാണുള്ളത്. ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് ഈ സ്പോർട്സ് കോംപ്ലക്സിന്റെ ഉദ്ഘാടനം അടക്കം നടക്കുന്നത്. 2016 ഒന്നാം പിണറായി സർക്കാർ അധികാരമേൽക്കുന്ന സമയത്താണ് ഇത്തരമൊരു പദ്ധതിക്ക് സ്വപ്നത്തിന് ചിറകുമുളയ്ക്കുന്നത്. പിന്നീട് അവിടെ നിന്ന് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഇത്തരമൊരു സ്പോർട്സ് കോംപ്ലക്സ് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞു എന്നത് ഇരട്ടി സന്തോഷം നൽകുന്നുണ്ട് എല്ലാവരെയും സംബന്ധിച്ച്. ക്യാമറാമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം സൂരജ് സജി, 24. IM വിജയന്റെ പേരിലൊരു സ്പോർട്സ് കോംപ്ലക്സ് വന്നു എന്ന് പറഞ്ഞാൽ നമുക്കും സന്തോഷം. കാര്യം കേരളത്തിന്റെ മുത്താണ് IM വിജയൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.